ഡാ നീ ശരിക്കും പോണുണ്ടോ? പിന്നെ പോണ്ടേ? ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകാനാ? നീയും കേട്ടതല്ലേ അവൾ എന്നോട് വരണമെന്ന് പറഞ്ഞത്, എന്നെ കാണണമെന്ന് പറഞ്ഞത്. അവന്റെ ശബ്ദം നന്നായി ഇടർന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, എടാ, ഈ അവസ്ഥയിൽ നീ എങ്ങനെയാടാ? വേണ്ട, പോണ്ടാടാ. അരവിന്ദ് അവന്റെ കയ്യിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു. പോടാ, നീ എന്താ പറയുന്നേ? പോയേ പറ്റൂ. ഇന്ന് അവളെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പൊ തന്നെ താമസിച്ചു. ഇനിയും താമസിച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവൾ അവൾ പോയിട്ടുണ്ടാവും. അത് പറയുമ്പോഴേക്കും അവൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അരവിന്ദന്റെ തോളിലേക്ക് വീണ് അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കരഞ്ഞു. അത് കണ്ട് അരവിന്ദന്റെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകി. ആ നിമിഷം അവന് തന്റെ കൂട്ടുകാരനെ ഈ അവസ്ഥയിൽ എത്തിച്ച അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. അരവിന്ദ് കണ്ണീരൊക്കെ തുടച്ച് അവനെ പിടിച്ചു നേരെ നിർത്തി. അബി, നീ ഇങ്ങനെ കരയല്ലേടാ, സഹിക്കുന്നില്ല കണ്ടിട്ട്. എങ്ങും പോവണ്ട നമുക്ക്. അവൾ പോയില്ലേ നിന്നെ വിട്ട്? ഇനി എന്തിനാ നീ അവളുടെ അടുത്തേക്ക് പോകുന്നത്? എന്തിനാ അവളെ കണ്ടിട്ട് ചിരിക്കാൻ കഴിയോ നിനക്ക്? അവിടെ എത്തിയാലും ഇത് തന്നെ ആയിരിക്കില്ലേ നിന്റെ അവസ്ഥ? അരവിന്ദന്റെ ചോദ്യങ്ങൾ കേട്ട് ഒരു നിമിഷം അവൻ മൗനമായി നിന്നു. ഇല്ലടാ, പോണം. ഞാൻ കരയില്ല നീ. ഇതിപ്പോ അറിയാതെ പഴയതൊക്കെ ഓർമ്മ വന്നപ്പോ, അവൾ പോകുവാണെന്ന് ഓർത്തപ്പോ ബാക്കി പറയാൻ കഴിയാതെ വേദനയിൽ കലർന്നൊരു പുഞ്ചിരി അവൻ അരവിന്ദിനെ നോക്കി ചിരിച്ചു. മുഖത്ത് ചിരി സ്ഥാനം പിടിച്ചെങ്കിലും ഒഴുകിയിറങ്ങുന്ന കണ്ണീരിനെ തടയാൻ അവന് കഴിഞ്ഞില്ല. അഭിവേഗം അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോയി. അരവിന്ദ് അവന്റെ പോക്ക് നോക്കി നിന്നു. വാഷ്റൂമിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പൈപ്പിൽ നിന്നും വെള്ളം കൈക്കുമ്പിളിൽ കോരി അവൻ മുഖത്തേക്ക് ഒഴിച്ചു. സ്വന്തം പ്രതിബിംബം കാണെ അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കണ്ണീരിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ സ്വയം കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിച്ചു. ഒഴുകുന്ന കണ്ണീരിനെ തുടച്ചു മാറ്റി അവൻ ടവൽ കൊണ്ട് മുഖം നന്നായി തുടച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇടാ, എന്റെ പുതിയ ടീഷർട്ട് എവിടെ? അവൾ വാങ്ങി തന്നത്. അതെന്തിനാടാ ഇപ്പോ? അരവിന്ദ് മനസ്സിലാകാതെ അവനെ നോക്കി. അതിട്ട് പോകാം, അപ്പോ അവൾക്കും സന്തോഷമാകും. അത് മതി. എവിടെ അത്? ഇവിടെ എവിടെയോ ഞാൻ വെച്ചതാണല്ലോ. വെപ്രാളത്തോടെ അലമാരയിൽ നോക്കുന്ന അവനെ തന്നെ അരവിന്ദ് നോക്കി നിന്നുപോയി. ആ, കിട്ടിയല്ലോ, ഇത് മതി. അവൾ ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നതാ. എനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലേ? ആ ബ്ലൂ കളർ ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ സ്വയം നോക്കി പറഞ്ഞു ചിരിച്ചു. അവന്റെ ചിരിയിൽ പോലും മുഖത്ത് തെളിയുന്ന വേദന കാണാൻ കഴിയാതെ അരവിന്ദ് മുഖം തിരിച്ചു. നീ ഇപ്പോ ഇത് തന്നെ ഇട്ടു പോണോ അബി? വേറെ ഇട്ടാൽ പോരെ? ഏയ്, ഇത് തന്നെ മതി. നേരത്തെ നിന്ന കോലത്തിൽ അങ്ങോട്ട് ചെന്നാലും മതി. അവൾ ഓടിക്കും. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയാൽ അവൾക്കല്ലേ മോശം. എന്തിനാ എന്റെ കൊച്ചിന്റെ പേരിന് ഒരു മോശം വരുത്തുന്നത്? പെട്ടെന്ന് അബദ്ധം പറ്റിയ പോലെ അവൻ തലയ്ക്ക് കൈ കൊടുത്തു. എന്റെ കൊച്ചാണ് അവളെന്ന് ഇനി പറയാൻ പറ്റില്ലല്ലോ, അല്ലേടാ? ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിക്കുന്നത് കേട്ടെങ്കിലും അരവിന്ദിനൊന്നും മിണ്ടിയില്ല. വാ, പോകാം അബി. അരവിന്ദിന് ഇനിയും ഒന്നും കാണാനും കേൾക്കാനും കഴിയാത്ത പോലെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി. തൊട്ടു പിറകെ ഒന്നുകൂടെ കണ്ണാടിയിലേക്ക് നോക്കി ഷർട്ട് നേരെ പിടിച്ച് മുടി കൂടി ഒതുക്കി അവൻ കണ്ണാടിയിൽ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ആ ശ്രമം പാഴായി പോയെങ്കിലും അവൻ അത് കാര്യമാക്കാതെ ഒന്നുകൂടി ഒരു ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അരവിന്ദന് പിന്നാലെ നടന്നിറങ്ങി. യാത്രയിലുടനീളം കാറിൽ ഇരിക്കുകയായിരുന്നെങ്കിലും അവന്റെ ചിന്തകൾ അവളോടൊപ്പമായിരുന്നു. അവളുടെ കുഞ്ഞു കുട്ടികളുടെ പോലുള്ള ഇടക്കുള്ള ചിരിയും അവനോട് കലപില സംസാരിച്ച് നടക്കുന്നതും എല്ലാം വീണ്ടും അവന്റെ ഉള്ളിൽ വ്യക്തമായി തെളിഞ്ഞു നിന്നു. അവൾ അവസാനമായി തനിക്ക് പകർന്നു നൽകിയ നെറ്റിയിലെ ആ ചുംബനത്തിന്റെ ചൂടിപ്പോഴും മായാതെ അവിടെ തന്നെ ഉള്ളതുപോലെ തോന്നി അവന്. അഭി പുറത്തെ കാഴ്ചകളിൽ നിന്നും കണ്ണുകൾ മുറുകെ അടച്ചു. വീണ്ടും അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖം അവന്റെ ഉള്ളിൽ തെളിഞ്ഞു. എടി പെണ്ണെ, നീ എന്നെ വിട്ടു പോകുമോ? അങ്ങനെ ഞാൻ പോകുന്നത് എന്റെ അവസാന ശ്വാസം എടുക്കുമ്പോഴായിരിക്കും ചെക്ക. അവൾ അവന്റെ തോളിലേക്ക് തല വെച്ചുകൊണ്ട് പറഞ്ഞു. ആ ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പോയതും പോകുന്നതും എന്റെ ജീവനാടി പെണ്ണെ, അത് നീ അറിയുന്നുണ്ടോ? അവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങിയ കണ്ണീരിനെ തുടച്ചു മാറ്റി. അരവിന്ദ് വണ്ടി കൊണ്ട് നിർത്തിയതും അഭി കണ്ണുകൾ തുറന്നു. ഷർട്ടൊക്കെ നേരെ പിടിച്ചിട്ട് മുഖം ഒന്നുകൂടി തുടച്ചുകൊണ്ട് അവൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നല്ല ആളുകളുണ്ട്. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. മുന്നിൽ തന്നെ അച്ഛനുമുണ്ട്. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി അവളുടെ അച്ഛന്റെ അടുക്കലേക്ക് നടന്നു. ആ, മോൻ വന്നോ? മോൻ ഇന്നലെ വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നല്ലോ അല്ലേ? അയാൾ ചോദിച്ചത് കേട്ടതും അവൻ അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചു. ഐഷു എവിടെ അച്ഛാ? അകത്തുണ്ട് മോനെ. കുറച്ച് സമയം കൂടല്ലേ ഉള്ളൂ ഇനി. അതിനു മുന്നേ മോൻ പോയി കണ്ടിട്ട് വാ. അവൻ വിറയ്ക്കുന്ന കാലടികളോടെ അകത്തേക്ക് കയറി. നിറയെ ആളുകളാണ്. അവളെ കണ്ടതും അവന്റെ നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നി. അവൾക്ക് അടുക്കളേക്ക് വെക്കുന്ന ഓരോ ചുവടിനും ശക്തി കുറയുന്ന പോലെ. ഒടുവിൽ അവളുടെ അടുത്തെത്തിയതും അവൻ തണുത്തു മരവിച്ചിറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണിൽ നിന്നും അതുവരെ അടക്കി നിർത്തിയിരിക്കുന്ന കണ്ണീർ വീണ്ടും നിർത്താതെ ഒഴുകി. അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളെ കിടത്തിയിരിക്കുന്ന ഫ്രീസർ ബോക്സിലേക്ക് തല ചേർത്ത് വെച്ചു. അരവിന്ദ് ഇതെല്ലാം നോക്കി നിശബ്ദമായി നിന്നതല്ലാതെ അവൻ അടുത്തേക്ക് പോയില്ല.
എടി പെണ്ണെ, ഞാൻ വന്നു. നീ ഇന്നലെ പറഞ്ഞില്ലേ നിന്നെ അവസാനമായി കാണാൻ ഞാനും നിന്റെ വീട്ടിൽ ഉണ്ടാകണമെന്ന്. ഞാൻ വാക്ക് തന്നതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ദേ കണ്ടോ, നീ വാങ്ങി തന്ന ഷർട്ടാണ്. ഇഷ്ടമായോ പെണ്ണെ? നീ കാണുന്നുണ്ടോ ഇതൊക്കെ? അവൻ പതിഞ്ഞ ഇടർന്ന ശബ്ദത്തോടെ അവളോട് സംസാരിച്ചു. അത് കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ആ കാഴ്ച അവളുടെ അച്ഛനെയും വല്ലാതെ വേദനിപ്പിച്ചു. ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ വാ പൊത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന വെമ്പലിനെ തടയാൻ ശ്രമിച്ചു. എടി പെണ്ണെ, നിന്റെ ചെക്കാന്നുള്ള വിളി കേൾക്കാൻ കൊതിയാവുന്നടി. ഒന്ന് വിളിക്കടി. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കയ്യിൽ പിടിച്ച് വിളിച്ചതുപോലെ ഒന്ന് വിളിക്കടി. അവൻ ഏങ്ങലടിച്ചു കരയുന്നതിനോടൊപ്പം അവളോട് പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. നടക്കില്ല എന്നറിയാമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിക്കുന്ന അവന്റെ രൂപം എല്ലാവരിലും ഒരു വേദനയായി. എടി പെണ്ണെ, ആശു വല്ലാണ്ട് മിസ് ചെയ്യുന്നടി നിന്നെ. ഒരു ദിവസം പോലും തികച്ചായില്ലല്ലോടി. എന്നിട്ടും എനിക്ക് പറ്റണില്ല പെണ്ണെ. വല്ലാതെ വേദനിക്കുന്നു. എന്തിനാ പോയത്? എന്നെ കൂടെ കൂട്ടായിരുന്നില്ലേ നിനക്ക്? ഇപ്പൊ ഞാനിവിടെ തനിച്ചായില്ലേ? പറ്റണില്ല, പറ്റണില്ല. അവന്റെ ഏങ്ങലടികൾ അവിടെ ഉയർന്നു കേട്ടു. അരവിന്ദ് ഓടിപ്പോയി ഫ്രീസറിൽ മുഖം അമർത്തി കരയുന്ന അവനെ ചേർത്ത് പിടിച്ചു. മോനെ, സമയമായി. അവളുടെ അച്ഛൻ അത് പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് പിടിച്ചു. അച്ഛാ, ഇതൊന്ന് തുറക്കാമോ പ്ലീസ്? അവന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ ആ അച്ഛന് കഴിഞ്ഞില്ല. അയാൾ അത് തുറന്നു കൊടുത്തതും അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. തണുത്തു മരവിച്ച ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച് അവൻ കുറച്ചു നേരം ഉറക്കെ കരഞ്ഞു. ആരും അവനെ അതിൽ നിന്നും പിന്തിരിച്ചില്ല. അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മയും നൽകി അവൻ അവളെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. അവന്റെ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണീർ അവളുടെ മുഖത്തുകൂടി ഒഴുകിയിറങ്ങി. അരവിന്ദ് അവനെ കുറച്ച് ബലത്തിൽ തന്നെ അവിടെ നിന്നും പിടിച്ചുയർത്തി. അവളുടെ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് അരവിന്ദ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. നേരെ കാറിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. അവൻ ഒരല്പം നേരം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി അരവിന്ദ് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്തു. അഭി കാറിനുള്ളിൽ ഇരുന്നിട്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു. ഹൃദയം നുറങ്ങുന്ന വേദന അവന് അനുഭവപ്പെട്ടു. വിട്ടുപോയാൽ അത് അവസാന ശ്വാസത്തിലായിരിക്കുമെന്ന് പറഞ്ഞു നീ. പോയി കളഞ്ഞില്ലേ പെണ്ണെ? ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായില്ലേ? പറഞ്ഞിട്ടില്ലേ ഞാൻ നോക്കി നടക്കണമെന്ന്? ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ വഴുതി വീണത്? വീണപ്പോൾ എന്റെ കൈ കൂടെ പിടിക്കാമായിരുന്നില്ലേ നിനക്ക്? ഞാനും വരില്ലായിരുന്നോ കൂടെ? ഇതിപ്പോ എന്നെ വിളിക്കാതെ ഞാൻ കാണാതെ ഒറ്റയ്ക്ക് വീണില്ലേ? അവൻ നെഞ്ചിൽ മുറുകെ പിടിച്ചുകൊണ്ട് തേങ്ങി കരഞ്ഞു. കരയില്ലേ ചെക്ക, എനിക്ക് വേണ്ടി ജീവിക്കില്ലേ നീ? ഞാൻ ദേ ഇവിടെ കാണും. അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ് അവൾ ആശുപത്രി കിടക്കയിൽ വെച്ച് അവന്റെ നെഞ്ചിൽ വിരൽ കുത്തി ഈടറിയ ശബ്ദത്തോടെ പറഞ്ഞ വാക്കുകൾ അവന്റെ ഉള്ളിൽ അലയടിച്ചു. അഭി കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. അവിടെ അവളുടെ ചിത ആളി കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ അടച്ചു പിടിച്ച കണ്ണുകളിൽ നിന്നും കണ്ണീർ അപ്പോഴും നിശബ്ദമായി ഒഴുകി ഇറങ്ങിക്കൊണ്ടേയിരുന്നു.